ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചകന്റെ മനോമുഖരത്തിന്റെ ഉള്ളറയില് രാജകുമാരിയായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇടം പിടിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകുള്ള കുതിരയെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് സന്തോഷമായെന്നറിയോ? പ്രവാചകർ പറയുന്നു, ഖൗല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല, നീ ഒന്ന് പോയി ചോദിക്കണം. ഖൗല, എന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചാൽ ആയിഷയെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമാണ്, ആയിഷയെ വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹിന്റെ വിവരം ഖൗല വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. രണ്ടാമത് മടങ്ങി വന്നിട്ട് സമ്മതിക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷമായി. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിയാകാൻ പോവുകയാണ്. 9 വയസ്സായിരുന്നു പ്രിയപ്പെട്ടവരെ ഒന്ന് പ്രായം. ഇന്നത്തെ പോലെ 18 വയസ്സാകണമെന്ന നിർബന്ധമില്ലായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ വന്നവർ അത്ഭുതത്തോടെ ചിന്തിക്കണ്ട. 9 വയസ്സുള്ള ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുമ്പോ തന്നെ അല്ലാഹു തീരുമാനിച്ചിരുന്നതാണ് പ്രവാചകന്റെ സഹധർമ്മിണിയാണ് ആയിഷ. അതുകൊണ്ട് അതിനൊത്ത ശരീരമുണ്ടായിരുന്നു, അതിനൊത്ത വളർച്ചയുണ്ടായിരുന്നു, അതിനൊത്ത ബുദ്ധിയുണ്ടായിരുന്നു, അതിനൊത്ത പക്വതയുണ്ടായിരുന്നു, പാകതയുണ്ടായിരുന്നു. നമ്മുടെ മുത്ത് റസൂലിന്റെ സഹധർമ്മിണിയാവാ അല്ലാഹു ഒരു പെൺകുട്ടിയെ തീരുമാനിക്കുമ്പോ ആ പെൺകുട്ടിക്ക് അതിനുള്ള യോഗ്യത അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരത്തെ തന്നെ കൊടുത്തിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ വിഷയത്തിൽ ആശങ്ക ആർക്കും വേണ്ട, ആ വിഷയത്തിൽ ആശങ്ക വേണ്ട. പിന്നെ കുറെ ആളുകൾ പറയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ത്രീലംബടനായിരുന്നു എന്നൊക്കെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകർ എങ്ങനെ സ്ത്രീലംബടനാണെന്ന് പറയാൻ പറ്റുമോ? കാസർഗോഡ് ജില്ലയിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ, രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരായ നിങ്ങളോട് പ്രവാചകർ സ്ത്രീലംബനാണെന്ന് പറയുമ്പോ വാളെടുത്ത് വെട്ടാൻ നിൽക്കാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള അറിവുണ്ടാവട്ടെ. രക്തത്തിളപ്പെന്ന് പറയുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം കാണിച്ചാ പോരാ, സമരം ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചാ പോരാ, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കാണിച്ചാ പോരാ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിലാണ് ഏറ്റവും അധികം എന്റെ കാസർഗോഡ് ജില്ലക്കാരാ നിന്റെ രക്തം തിളക്കേണ്ടത്, നിന്റെ തലച്ചോറ് ചൂടാവേണ്ടത്. പ്രവാചകൻ കാമവെറിയനാണ്, സ്ത്രീലംബടനാണെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചു നിർത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രമാണ് അവനെ പെരുമാറാനെന്ത് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമ്മൾ രംഗത്ത് വരേണ്ടത്. പെരുമാറേണ്ട സമയത്ത് പെരുമാറാ. എന്താ കാസർഗോഡ് ജില്ലക്കാരാ നിനക്ക് കഴിയണം കേട്ടോ. അല്ലാതെ ഓലപ്പാമ്പ കണ്ട് പേടിച്ച് വീടിന്റെ കട്ടിലിക്കടിയിൽ സൈനബാത്താടെ പുറപ്പിന്റെ അടിയിൽ ഒരുമിച്ച് കൂടുന്നവൻ വിശ്വാസിയല്ല. ഞങ്ങളുടെ മുത്തുനബി തങ്ങൾ വിവാഹം കഴിച്ചത് എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹയല്ലാത്ത ബാക്കിയുള്ള ഒരു ഭാര്യമാരും കന്യകയായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് ഭാര്യമാരിൽ ഏറ്റവും അതീവ സൗന്ദര്യമുള്ള പെണ്ണ് മാത്രമായിരുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ചെറിയ പ്രായമുള്ളപ്പോ വിവാഹം കഴിച്ചത് പ്രവാചകന്റെ വികാരം തീർക്കാനാണെന്ന തോന്നലുണ്ടെങ്കിൽ ഞങ്ങളുടെ മുത്തുനബി തങ്ങൾ തിളക്കുന്ന യൗവനത്തിന്റെ സമയത്താണ് തന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചത്. തിളക്കുന്ന യൗവനം. അന്നത്തെ ആ സൗന്ദര്യം, റസൂലിന്റെ സൗന്ദര്യം ലോകത്ത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അന്ന് അറേബ്യയിലെ ഏത് ഭൂലോക സുന്ദരി വേണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഖദീജ എന്ന 2 മക്കളെ പ്രസവിച്ച വിധവയായ ഖദീജ വിവാഹം ആലോചിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിച്ചത് വികാര പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്ലാമിന് എന്തൊക്കെ സംഭാവനകളാണ് പിൽക്കാലത്ത് ലഭിച്ചത് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയെ പ്രവാചകർ വിവാഹം കഴിച്ചപ്പോ അന്ന് 700ഓളം വരുന്ന അടിമകളെ മോചിപ്പിക്കപ്പെടുകയുണ്ടായി. ആ ഒരൊറ്റ വിവാഹത്തിന്റെ പേരിലാണ് നടന്നത്. അതുകൊണ്ടാണ് ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചത്. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ ആലോചിച്ചപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിന് സമ്മതിച്ചു? ചിന്തിച്ചിട്ടില്ല. അത്ര വലിയ അങ്ങനെ ഒരു ചിന്തയില്ലാത്ത ആളാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയായ സുന്ദരിയായ ആയിഷയെ നിങ്ങൾക്ക് ആലോചിക്കട്ടെ നബി എന്ന് ഹൗല വന്ന് പറയുമ്പോ എന്നാ കുഴപ്പമില്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കെട്ടിക്കൊള്ളാം എന്ന് എന്തിന് റസൂലുള്ള പറഞ്ഞു? എന്തിനാ പറഞ്ഞത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് 2 പ്രാവശ്യമാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നത്. പച്ചപ്പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മനോഹരമായ സുന്ദര രൂപം റസൂലിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആരാണ് ജിബ്രീലേ ഇതാരാണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, ഇതൊരു സുന്ദരിയായ പെൺകുട്ടിയാണ്. ഇതിപ്പം സുന്ദരിയായ ഒരു ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയാണ് ദുനിയാവിലും ആഖിറത്തിലും ആദിഹി സവ്വജുദുക ഫിദ്ദുനിയാ വൽ ആഖിറ ബിഅംരിൻ മിനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രത്യേകമായ കൽപ്പനയാ നബിയേ, ദുനിയാവിലും ആഖിറത്തിലും നീ ആയിഷ എന്ന് പറയുന്ന പൊന്നുമോളാണ്. അങ്ങയുടെ സഹധർമ്മിണി എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ രൂപഭാവങ്ങളെ മനസ്സിലുള്ളത് കൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച തമ്പുരാന്റെ തീരുമാനത്തിന്റെ കൂടെ നടന്നുപോയത്. അങ്ങനെ വിവാഹം നടക്കാൻ പോവുകയാണ്. അറേബ്യയുടെ മണ്ണിൽ പ്രവാചകരുടെ നിക്കാഹ് നടക്കാൻ പോവുകയാണ്. ചരിത്രം പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചതോടുകൂടി ആ കാലഘട്ടത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്ന എല്ലാ അനാശാസ്യങ്ങളുമല്ല, അനാചാരങ്ങളുമല്ല, അനാവാസ്യങ്ങളും അവസാനിച്ചു പോയെന്ന് ചരിത്രം പറയുകയാണ്. അത്ര ലളിതമായിരുന്നു, അത്ര മനോഹരമായിരുന്നു, അത്ര സരളമായിരുന്നു, അത്ര ലാളിത്യം നിറഞ്ഞതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത് അത്രത്തോളം ഭംഗിയുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ ദൂർത്തും അവസാനിച്ചതാ നിക്കാഹോടുകൂടിയാണെന്ന് ചരിത്രം പറയുമ്പോ അതിനുശേഷം എത്ര കാലഘട്ടം കഴിയുന്ന കാസർഗോഡുകാരാ യുവാക്കളോട് പറയട്ടെ, എന്നിട്ടെന്തേ നമ്മുടെ വിവാഹത്തിന്റെ ആഡംബരം അവസാനിക്കാത്തത്? ഇന്നും കാസർഗോഡ് ജില്ലയിലെ കല്യാണത്തിൽ പടക്കം പൊട്ടിക്കുന്നില്ലേ? മഹദി ഫാത്തിമ എന്ന വിഷയം ഞാൻ കാസർഗോഡ് പ്രസംഗിക്കുമ്പോ അന്നത്തെ സ്റ്റേജിലുണ്ടായിരുന്ന ഷാഫി ബാഖവി ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആവേശത്തോടെ തീരുമാനിച്ചുകൊണ്ട് പോയതാ, എന്റെ കല്യാണത്തിന് ആഡംബരമില്ല, എന്റെ കല്യാണത്തിന് ആനന്ദമില്ല, എന്റെ കല്യാണത്തിന് പടക്കം പൊട്ടിക്കലില്ല, എന്റെ കല്യാണത്തിന് JCBയുടെ പുറത്ത് പുതുമണവാളനും മണവാട്ടിയും ഇരുന്നുകൊണ്ട് പഴയകാലത്തെ പാട്ടുപാടി ലുങ്കി ഡാൻസ് കളിച്ചുകൊണ്ട് കടന്നു പോവില്ല എന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരാ, പിന്നെ എന്തേ നിന്റെ മനസ്സ് മാറിപ്പോയത്? പിശാച് കറങ്ങി നടക്കുകയാണ്. ആര് പ്രസംഗിക്കാൻ വരുന്നുണ്ട് വരുന്നില്ല എന്നല്ല ചെറുപ്പക്കാരാ നീ നോക്കേണ്ടത്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ കാസർഗോഡ് ജില്ലയില് അല്ലാഹുവിന്റെ ആൺകുട്ടികൾ കറാമത്തിന്റെ കനക കൊട്ടാരം ചുമന്ന് വിലായത്തിന്റെ പരവേന്തിയിട്ട് കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ മണ്ണാണ് കാസർഗോഡിന്റെ മണ്ണ്. ആ മണ്ണ് നിങ്ങൾക്ക് കാമം തീർക്കാൻ വേണ്ടി പുരാന്തന്മാരായി ആടിത്തിവർക്കാനുള്ളതല്ല പൊന്നു ചെറുപ്പക്കാരാ. കണ്ട കാമുകിമാരുടെ കൂടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ഷോപ്പിംഗ് മോളിന്റെ അകത്തളത്ത് കറങ്ങി നടക്കാനുള്ളതല്ല ചെറുപ്പക്കാരാ. വിവാഹവുമായി ബന്ധപ്പെട്ട സർവ്വ തെമ്മാടിത്തരങ്ങളും അവസാനിപ്പിക്കാൻ എന്റെ സഹോദരങ്ങളെ സമയം വൈകിപ്പോയി. 19 വയസ്സുള്ള ഒരു പൊന്നുമോനാണ്. അല്ലാഹുവേ, ഇന്ന് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഇന്നത്തെ ദിവസം ഇന്നലെ ഞാൻ പ്രസംഗിച്ച കണ്ണൂർ പുതിയങ്ങാടിയിലെ ഒരു 2 മിനിറ്റ് നേരത്തെ ദുആ വൈറലായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. 19 വയസ്സുള്ള മിസ്അബ് എന്ന ചെറുപ്പക്കാരൻ പൊന്നുമോൻ സ്റ്റേജിൽ നിന്ന് സദസ്സിൽ നിന്ന് സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ഉസ്താദേ, ഈ വലിയ സദസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ദുആരക്കണം, എനിക്ക് ക്യാൻസറാണ് ഉസ്താദേ, ക്യാൻസറാണ്. അല്ലാഹുവേ, കാണാൻ ഭംഗിയുള്ള ആ പൊന്നുമോന്റെ ഫോട്ടോയും ദുആയും ഒക്കെ ഇന്നും സോഷ്യൽ മീഡിയക്കകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ആ പൊന്നുമോന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാ. ആ പൊന്നുമോന് തേങ്ങിക്കരയുകയാണ്. അരികെ വന്നിട്ട് എനിക്ക് ക്യാൻസറാണ് ദുആരക്കണമെന്ന് പറയുമ്പോ എന്തുമാത്രം ജീവിതത്തിന്റെ കൊതിയുള്ളവനാ. എന്റെ ബേഖൽ മഖാമിൽ വന്നിരിക്കുന്നവരെ, നിങ്ങളെപ്പോലെ ഓടാനും ചാടാനും കൊതിയുള്ളവനല്ലേ? നിങ്ങളെപ്പോലെ ആഗ്രഹമുള്ളവരല്ലേ? നിങ്ങളെപ്പോലെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും സഞ്ചരിക്കാൻ ആർത്തിയുള്ളവനല്ലേ? പക്ഷേ ക്യാൻസറിന്റെ അണുക്കൾ കാർന്ന് തിന്നുമോ എന്ന് ഭയന്ന് പേടിച്ചിട്ട് ആ മിസ്അബ് എന്ന് പറയുന്ന പൊന്നുമോന് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, വേണമോ ചെറുപ്പക്കാരാ, നിനക്ക് ആഡംബരം വേണമോ? അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയ നിക്കാഹ് കർമ്മത്തിന് പോയിരുന്നിട്ട് പിശാചിന്റെ കൊടി
പിടിച്ചുകൊണ്ട് തെമ്മാടിത്തരം കാണിക്കുന്ന, കൂട്ടുകാർക്ക് കള്ളുകുപ്പി എടുത്തു കൊടുക്കുന്ന, ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിടുന്ന, അതുകൊണ്ട് എന്ത് നേട്ടമാണ് ചെറുപ്പക്കാരാ നിനക്ക് ലഭിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ ശരീരത്തിന്റെ ഞരമ്പിലൂടെ ഓടുന്ന ബ്ലഡിനകത്ത് ചെറിയ ഒരു ക്യാൻസറിന്റെ അണുവിനെ കടത്തി തന്നാൽ അതോടുകൂടി ബലൂൺ പൊട്ടുന്നത് പോലെ തീരാനുള്ള ജീവിതമല്ലേ? അല്ലാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം നിങ്ങൾ കേൾക്കണം. കണ്ണൂർ ജില്ലയിലെ ഒരു ചെറുപ്പക്കാരൻ ദാടി വൃത്തിയാക്കാൻ വേണ്ടി ബാർബർ ഷോപ്പിൽ പോയിരുന്നപ്പോ കത്തി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ആ മുടിവെട്ടുന്ന ബാർബർ പറഞ്ഞു, ഇവിടെ ഒരു ചെറിയൊരു മുഴ പോലെ നിൽക്കുന്നല്ലോ. കുഴപ്പമില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂട് കൊണ്ട് വന്നതായിരിക്കാം. പുറത്ത് വന്നപ്പോ ഇവിടെയുമുണ്ട്. വീട്ടിൽ പോയി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം മാത്രമേ ആവുന്നുള്ളൂ അത്രേ. ഭാര്യയോട് പറഞ്ഞപ്പോ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് ഡോക്ടറെ കാണിച്ചിരിക്കാം. ഡോക്ടറെ കാണിച്ചപ്പോ ക്യാൻസറാണ്. ചികിത്സ തുടങ്ങിയതിന് ശേഷം 20 ദിവസം മാത്രമാണ് ആ സഹോദരൻ ജീവിച്ചത്. ഒരു പനി വന്നിട്ടില്ല, ഒരു ചുമ വന്നിട്ടില്ല, ഒരു ക്ഷീണം വന്നിട്ടില്ല. ക്യാൻസറിന്റെ അണുക്കൾ ചിലപ്പോഴെങ്ങനെയാണ്? അല്ലാഹു ഇവിടെ കിടക്കുന്ന മഹാന്റെ കറാമത്ത് കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആ വീര്യമുള്ള വിഷവിത്ത് ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അല്ലാഹുവേ, ആ മിസ്അബ് എന്ന പൊന്നുമോനും അതുപോലെ ഇവിടെ വന്ന മുഴുവൻ ആളുകളുടെയും ശരീരത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ മഹാനായ വലിയന്റെ ഹദ്റത്തിലിരുന്ന് പറയാണ്, ഇപ്പോഴത്തന്നെ റബ്ബേ ഞങ്ങളുടെ മക്കളെ കരയിപ്പിക്കാതെ, ഞങ്ങളുടെ കുടുംബത്തെ കണ്ണീരിലാക്കാതെ, അല്ലാഹുവേ ഞങ്ങളുടെ വീടുകാരെ ദുഃഖത്തിലാക്കാതെ ഇപ്പൊ തന്നെ നീ അതിനെ കരിച്ചു കളയണേ റബ്ബേ. സ്വല്ലി അല നബി മുഹമ്മദിൻ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹു തന്നതുകൊണ്ട് ഒരുപാട് അമിത വ്യയം നടത്തിയിട്ട് വലിയ ആർഭാടവും ആനന്ദമൊന്നും കാണിക്കരുത്. അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ നല്ല ചങ്കൂറ്റത്തോടെ സംസാരിച്ചു. ഇന്ന് കിടക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ചെറിയൊരു പള്ളിയുടെ ഖബർസ്ഥാനിൽ. ഇനി ഗവൺമെന്റ് എന്ത് കൊടുത്തിട്ടെന്താ? വാപ്പ മരിച്ചുപോയപ്പോ ഔദ്യോഗികമായ ബഹുമതികളും പല ആദരവുകളും നിങ്ങളുടെ പിതാവിനെ നഷ്ടപ്പെട്ടു എന്ന് മക്കൾ പരാതിപ്പെട്ടിട്ടെന്താ? അഹമ്മദ് സാഹിബിന്റെ ഖബറിലേക്ക് ഇനി ഈ മക്കൾ ഓതുന്ന ഖുർആനും പിന്നെ അവർ ചെയ്യുന്ന സ്വതക്കയും ആ ബഹുമാനപ്പെട്ടവര് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളും മാത്രമായി ഖബറിലേക്ക് പോയി. അധികാരമുണ്ട്, പണമുണ്ടെന്ന് പറഞ്ഞ് അസ്രായേലിനെ പിടിച്ചു നിർത്താൻ പറ്റോ? തമിഴ്നാടിനെ വിറപ്പിച്ചു പോയ മുഖ്യമന്ത്രി മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കല്ലെറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഹോസ്പിറ്റലിൽ തകർത്തിട്ട് കാര്യമുണ്ടോ? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. സമയമാകുമ്പോ വരും, കൊണ്ടുപോകും. മനുഷ്യാനി മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ. മനുഷ്യാനി മറന്നിടുന്നോ, മസ്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവ് വിടൂലെന്നോ. പണ്ടുള്ളവരൊക്കെ വീടിന്റെ നടയിലൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു. അത് തന്നെ ഒരു വാതിന്റെ എഫക്റ്റ് മനസ്സിൽ ചെയ്യും. മരണവും കബറും എന്നുള്ള ഉപ്പാപ്പാർക്ക് ആകാരുന്ന പാട്ടെന്താ? ഞാനും എൻ്റെ ആളും 40 പേരും അല്ലേ? കാസർഗോഡ് എത്തിയില്ല പാട്ട്. പിന്നെ ആദ്യം ഇവിടെ അല്ലേ വരും, ഇവിടെ നിന്നല്ല അങ്ങോട്ട് വരില്ല. ഇതിങ്ങനെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും വൃത്തികേട് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് തക്ബീർ വിളിക്കാൻ കുറെ ആളുകൾ, അതിനാദ്യം നമ്മൾ തന്നെ ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലാ തുസ്രിഫിൽ മാ. വെള്ളത്തിൽ, നീ കുടിക്കുന്ന വെള്ളത്തിലാവട്ടെ, കുളിക്കുന്ന വെള്ളത്തിലാവട്ടെ, വുളു എടുക്കുന്ന വെള്ളത്തിലാവട്ടെ, അമിതം പ്രയോഗിക്കല്ലേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒഴുക്കുള്ള വലിയ നദിയിലാണെങ്കിൽ പോലും, വുളുവിലാണെങ്കിൽ പോലും ആ വെള്ളം അമിതം പ്രയോഗിക്കല്ലേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. നമ്മളത് കൂട്ടാക്കിയില്ല. കിണറിൽ ധാരാളം വെള്ളം കിടക്കുമ്പോഴും 2 കിലോ അരിയുടെ പൈസ കൊടുത്ത് മിനറൽ വാട്ടർ വാങ്ങി കുടിച്ചിട്ട് നമ്മുടെ വീട്ടിന്റെ അകത്തെ വെള്ളത്തിനോട് നമുക്ക് പുച്ഛമായിരുന്നു. പഴയ കാലത്തൊക്കെ നമ്മുടെ വീടിന്റെ വസ്തുവിൽ കുടിയെടുത്തിടുമായിരുന്നു. മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടന്നിട്ട് വസ്തുവിലെ സസ്യലതാദികൾക്ക് ഉണർവും ഉന്മേഷവും ഉണ്ടാകാൻ വേണ്ടി. ഇന്ന് ഒരു തുള്ളി വെള്ളം അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പുരയിടത്തിലൂടെ വസ്തുവിലൂടെ ഒഴുകി നമ്മുടെ വസ്തുവിൽ വന്നാൽ നമ്മളവരെ അടിക്കാൻ ഓടിക്കുമായിരുന്നു. സഹോദരിമാരൊക്കെ പറയും, റംലാ ഇനി ഒരു തുള്ളി എന്റെ വീട്ടിലേക്ക് ഇറങ്ങിയാൽ അറക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ വരട്ടിയവരെ. ഇന്ന് അവരുടെ വെള്ളവും ഇല്ല, നിങ്ങളുടെ വെള്ളവും ഇല്ല, അള്ളാന്റെ വെള്ളവും ഇല്ല. എല്ലാം അള്ള പിടിച്ചു നിർത്തി. മഴയില്ലാതായപ്പോ മനുഷ്യനാകെ വിരണ്ടു.
അവസാനം അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് ആരുടെയൊക്കെ ദുആ ബറക്കത്തുകൊണ്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം അവിടെ ഇവിടെയും ചെറിയ മഴ തന്നിട്ട് അല്ലാഹ് പറഞ്ഞു, സാധനം എൻ്റെ കയ്യിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തരുന്നുണ്ട്, തൽക്കാലം ഇത് ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഒരു സൂചനയായിട്ട് അവിടെ ഇവിടെ ചെറിയ മഴ തന്നു. എന്തൊരു സന്തോഷമായിരുന്നു മഴ കിട്ടിയപ്പോൾ. കന്നുകാലികൾ, മൃഗങ്ങൾ, സസ്യലതാദികൾ, ജീവജാലങ്ങൾ, അള്ളാഹു നമുക്ക് നല്ല മഴ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക്, ഇവിടുത്തെ സംഘാടകർ ചിലപ്പോൾ പറയും ഇവിടുത്തെ ഉറൂസിന്റെ പൂർണ്ണമായ ദിവസം കഴിഞ്ഞിട്ട് പോരെ ഉസ്താദ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. എന്നാലും അൽഹംദുലില്ലാ നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീടിനും നമ്മുടെ സസ്യങ്ങൾക്കും നമ്മുടെ മൃഗങ്ങൾക്കും നമ്മുടെ ജീവജാലങ്ങൾക്കുമെല്ലാം സുഭിക്ഷമായ രീതിയിൽ അള്ളാഹു മഴ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്നിലും അമിതമായ ആർത്തി നമ്മൾ കാണിക്കരുത്. വിവാഹ ജീവിതം തുടങ്ങിയ ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. എന്റെ ബേക്കൽ മഖാമിന്റെ ചുറ്റുവട്ടത്ത് വന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയട്ടെ, ആ കുടുംബ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. അല്ലാതെ കാലാകാലങ്ങളിൽ ഭർത്താക്കന്മാരെ മാറ്റിയെടുക്കുന്ന സിനിമാ നടന്മാരുടെ ജീവിതമല്ല. തൃശൂർ ജില്ലയിൽ ഒരു സിനിമാ നടിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സിനിമാ ലോകം മുഴുവനും ആൺകുട്ടികളെ കയറി പിടിക്കുന്ന ആൺകുട്ടികളുടെ ലിംഗം മുറിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് സമരം നടത്തുമ്പോ, എടാ സിനിമക്കാരാ, ആരാണ് ഈ മനുഷ്യരെ മാനഭംഗപ്പെടുത്താൻ പഠിപ്പിച്ചതാരാ? ബലാസംഗം നടത്താൻ പഠിപ്പിച്ചതാരാ? പെണ്ണിന്റെ മാറും പള്ളിയും തുറന്നിട്ടുകൊണ്ട് ആടിക്കളിച്ചിട്ട് ആസ്വദിക്കാൻ പഠിപ്പിച്ചതാരാ? ഈ ചെറുപ്പക്കാരെ മുഴുവനും കള്ളും കഞ്ചാവും കുത്തിവെച്ച് ബോധമില്ലാത്ത പ്രാന്തന്മാരാക്കി മാറ്റാൻ പരിശ്രമിച്ചത് സിനിമയാണ്. എന്നിട്ട് അവര് സമരം നടത്തുന്നു പെൺവാണിഭത്തിനെതിരെ, അവര് സമരം നടത്തുന്നു ഗുണ്ടാവിളയാട്ടത്തിനെതിരെ. ഇതെന്തൊരു ലോകമാണ് അല്ലാ! മനസ്സിലാകണില്ല പ്രിയപ്പെട്ടവര്. സിനിമയെ കുറിച്ച് പറയുമ്പോ അവര് പറയും അതൊരു മാധ്യമമാണ്, അതിലെന്തും കാണിക്കാം. അങ്ങനൊന്നും പറയാൻ ശ്രമിക്കല്ലേ പ്രിയപ്പെട്ടവരെ, അതൊക്കെ മണ്ടൻ മറുപടികളാണ്. എന്തേ മനോഹരമായ ബേക്കൽ മഖാമിന്റെ ചുറ്റുവട്ടത്ത് പഠിച്ചുകൂടിയവരോട് പറയുകയാണ്, ആ കുടുംബ ജീവിതം അത് കണ്ടല്ല പഠിക്കേണ്ടത്, സീരിയൽ കണ്ടല്ല പഠിക്കേണ്ടത്, നോവൽ വായിച്ചല്ല പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മൊത്തുള്ള ജീവിതത്തെ നിങ്ങൾ പഠിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ആയിഷ, ജനങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്റെ ആയിഷയോടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല, ആയിഷ ബീവിയോട് മാത്രം പറഞ്ഞ വാക്കല്ല, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ആയിരക്കണക്കിന് സഹാബികൾ ഇരിക്കുമ്പോ ആ സഹാബത്തിനോട് മുത്തതങ്ങൾ പറഞ്ഞതാ, ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷ ബീവിയോടാണ്, ഉമ്മയായ ആയിഷ. അവിടെ എന്താണ് പ്രവാചകന്റെ മനങ്ക വരാൻ വേണ്ടി ചെയ്തത്? ഞങ്ങളുടെ മുത്ത് റസൂൽ അവിടെ ഇത്രത്തോളം സ്നേഹിക്കണമെങ്കിൽ അവിടെ എങ്ങനാണ് ജീവിച്ചതും? എന്റെ ബേക്കൽ വന്ന പെങ്ങളെ പഠിക്കുക. പ്രവാചകന്റെ മനം മയക്കുന്ന മാസ്മരികമായ പുഞ്ചിരിയുടെ സൗന്ദര്യത്തിന്റെ ജീവിതത്തിന്റെ ആകർഷണത്തിന്റെ ഉടമയായി ആയിഷ റളിയല്ലാഹു തആലാന്റെ മാറിയതെങ്ങനെയാ? അത് പഠിക്കണ്ടേ? ഇത് കേവലം ഒരു പെണ്ണിനെ സുഖിപ്പിക്കാൻ വേണ്ടി, കാര്യം കാണാൻ വേണ്ടി. കാസർഗോഡ് ജില്ലയിലെ ഭർത്താവ് ഭാര്യയുടെ തോളത്ത് കൈയിട്ടുകൊണ്ട്, നീ സുന്ദരിയാണ്, നീ അതീവ സുന്ദരിയാണ്, നീ എന്റെ കരളാണ്, നീ എന്റെ മുത്താണ്, നീ എന്റെ മലരാണ് എന്ന് പറയുന്ന പോലെയല്ല. പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മാത്രമല്ല പറഞ്ഞത്, ലോകത്തെ മുഴുവനോടും പറഞ്ഞു കൊടുത്തതാ. ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയാണ് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫദ്ലു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രേഷ്ഠത എന്തെന്നറിയോ? കഫദ്ലി ഫരീദിൻ അലാ സായിരി താം. മറ്റു ഭക്ഷണങ്ങൾക്കിടയിൽ പത്തിരിക്കുള്ള സ്ഥാനം പോലെയാണ് മറ്റ് ഭാര്യമാർക്കിടയിൽ, മറ്റ് ജനങ്ങൾക്കിടയിൽ ആയിഷ ബീവിക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പത്തിരിക്ക് സ്ഥാനമുണ്ട് എന്നതിന് ഹദീസിൽ തെളിവായി. ആയില്ലേ? ആയില്ലേ? ആയി. ശരി, തെളിവെന്ന് പറയുമ്പോ നേരെ ആലോചിക്കണം, പറഞ്ഞ പ്രശ്നമാവോ? പത്തിരിയെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്. പ്രസംഗത്തിനൊക്കെ ഇപ്പൊ എറണാകുളം വിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും പത്തിരിയാണ്. ഭക്ഷണം കഴിക്കാൻ ചെന്നിരുന്ന സാറേ 2 പത്തിരി,
എന്തൊക്കെയുണ്ട് പക്ഷെ അതാ പത്തിരി ഉണ്ട് എവിടെ ചെന്നാലും പത്തിരി. എന്നാൽ അത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. പക്ഷെ പത്തിരിയാണ് എല്ലാവരും. മലബാറിൽ പിന്നെ പത്തിരിയേ ഉള്ളൂ. മരണത്തിന് പോയാലും പത്തിരി, കല്യാണത്തിന് പോയാലും പത്തിരി, ഉദ്ഘാടനത്തിന് പോയാലും പത്തിരി, വീട് താമസാകാൻ പോയാലും പത്തിരി, എപ്പോഴും പത്തിരിയാണ്. എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ ഭാര്യക്ക് ആകെ അറിയുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ദോശയും സാമ്പാറാണ്. ഇവിടെ കാസർഗോഡ് ഉണ്ടോ എന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം മുട്ടയിൽ കലക്കിയല്ലേ കഴിക്കും അല്ലെ? മൊഹീദ്യമാല കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുട്ടമാലയാണ്. അപ്പൊ ഈ എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടം ദോശ സാമ്പാറാണ്. എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. അവൾ ഉണ്ടാക്കി തരുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം ഈ ലൈവായി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും പിടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ എനിക്ക് ഒട്ടനിടന്ന് ഇരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ദോശയും സാമ്പാറാണ് ഉണ്ടാക്കുക. ഒരു ദിവസം എന്നോട് പറഞ്ഞു, അല്ലേ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് നല്ല സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുക. നിങ്ങൾ ഈ മലബാറിലെ പെണ്ണുങ്ങളുടെ ഇങ്ങനെ ഇത് പറയുമല്ലോ, നല്ല ഭക്ഷണമാണ് അവിടെ, അവരൊക്കെ ഉണ്ടാക്കുന്ന പോലെ നീ നന്നാടി ഇതൊക്കെ പഠിക്കാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയൂലേ, അത് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണം. നല്ല അടിപൊളി സ്പെഷ്യൽ സാധനം. ഇനി നിങ്ങൾ മലബാറിന്റെ കാര്യം പറഞ്ഞ് ഇവിടെ ചാടരുത്. ഞാനങ്ങനെ ചെന്ന് നോക്കുമ്പോണ്ടല്ലോ, പാത്രം തുറന്നു നോക്കുമ്പോൾ അവിടെ പത്തിരി ഉണ്ടാക്കുക ചെയ്യാറ്. ഞാനിവിടെ കഴിച്ച് ജീവിതത്തിൽ പത്തിരി തിന്നൂല എന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുമ്പോഴാണ് 36 വലിയ രസത്തിലടുത്ത പത്തിരി ഉണ്ടാക്കി വെക്കുക. കണ്ണൂർ ജില്ലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ പത്തിരിക്കകത്തായിട്ട് എടുത്ത് വെച്ചിട്ട് അത് പിന്നെ പത്തിരി, ഇറച്ചി എടുത്ത് വെച്ച് ഇറച്ചി പത്തിരി, മീൻ എടുത്ത് വെച്ചാൽ മീൻ പത്തിരി, എന്ത് കിട്ടിയാലും ഇടയിൽ കയറ്റി വെക്കും, മടക്കി അങ്ങോട്ട് വെക്കും, ആ പേരും അങ്ങോട്ടും പത്തിരി. അങ്ങനെ പത്തിരി. ഇവിടുത്തെ പത്തിരിയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഞാൻ പറഞ്ഞത് അള്ളാഹു MRF ടയർ. സുബ്ഹാന റബ്ബി. റമദാൻ 1 തീറ്റ തുടങ്ങിയ പെരുന്നാളായാലും തീരൂല, ബാക്കി കയ്യിലിരിക്കും. അത്രത്തോളം ഉണ്ടാവും. കാടിച്ച് പറച്ച് തിന്നാലും തീരത്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അതിന്റെ ആരോഗ്യം അള്ളാഹു കാസർഗോഡ് ജില്ലക്കാർക്കും കണ്ണൂർ ജില്ലക്കാർക്കും തന്നിട്ടുണ്ട്. അത് അള്ളാന്റെ ദീനിന് വേണ്ടി ഉപയോഗിക്കണം. കണ്ട പെണ്ണിന്റെ പിന്നാലെ തെണ്ടി കിടന്ന് ഇല്ലാതാക്കരുത്. അള്ളാഹു കാക്കട്ടെ. നല്ല ആരോഗ്യമാണ്, നല്ല ആരോഗ്യവും നല്ല ആഫിയത്തുമാണ്. നശിപ്പിച്ച് കളയരുത്. അള്ളാഹു തന്നതിനെ സൗന്ദര്യമാണെങ്കിൽ അത്, ആരോഗ്യമാണെങ്കിൽ അതിനെ കൊണ്ട് നടന്ന് അൽഹംദുലില്ലാ നശിപ്പിച്ച് കളയരുത്. നല്ല ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യും. ഇവിടെ ഇപ്പൊ എത്രയോ വോളണ്ടിയേഴ്സ് ഉണ്ട്, എത്രയോ സംഘാടകരുണ്ട്. വിയർപ്പൊടുക്കുന്നു, കസേര പറക്കുന്നു, പായസം കൊടുക്കുന്നു. ജനങ്ങൾ വരുമ്പോൾ ആ കുറച്ച് അങ്ങോട്ട് നീങ്ങിക്ക് ഇങ്ങോട്ട് നീങ്ങിക്ക്, ആ കസേര ഇപ്പോഴോ കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ ചെറുപ്പക്കാർ. അള്ളാഹു അവർക്കൊക്കെ നല്ല പ്രതിഫലം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകും. അതിനുവേണ്ടി ചിലവാക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നു, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്തിരിക്കുള്ള സ്ഥാനമാണ്, മറ്റു ഭക്ഷണങ്ങൾക്കിടയിൽ പത്തിരിക്കുള്ള സ്ഥാനമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല പ്രവാചകര് മാത്രമായിരുന്നില്ല, അറബിക്കാർക്ക് മുഴുവനും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. അവർക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്നത് പ്രവാചകർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുന്ന സമയത്താണ്. എല്ലാവർക്കും വലിയ സന്തോഷമാണ്. ഇന്ന് നബി തങ്ങൾ ആയിഷാന്റെ വീട്ടിലാണ്, ഇന്ന് നബി തങ്ങൾ ആയിഷാന്റെ വീട്ടിലാണ്. ഓരോ ദിവസം ഓരോ ഭാര്യമാരെ വീട്ടിലാണ്. കണ്ടതുപോലെ കല്യാണം കഴിച്ച് ആ സ്ത്രീകളോട് നീതി കാണിക്കാതെ പടച്ചതമ്പുരാന്റെ പൊരുത്തക്കേട് കാണിക്കുന്ന കാമവെറിയന്മാരെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു ഭാര്യയ്ക്ക് എടുത്തു കൊടുത്ത അതേ സാരി തന്നെ, അതേ ഭക്ഷണം തന്നെ, അതേ വെള്ളം തന്നെ, അതേ വസ്ത്രം തന്നെ, അതേ വീട് തന്നെ, അതേ സ്നേഹം തന്നെ, അതേ സന്തോഷം തന്നെ അടുത്ത ഭാര്യയ്ക്കും കൊടുക്കണം. അത് നീതിയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓരോ ദിവസം ഓരോ ഭാര്യമാരെ വീട്ടിലാണ്. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുമ്പോ അവിടുത്തെ ജനങ്ങളെല്ലാം ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പ്രവാചകർക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ ഇന്ന് റസൂലുള്ള ഇവിടെ വരുമല്ലോ, അസ്ർ കഴിയുമ്പോ ഈ ഭക്ഷണം അള്ളാന്റെ റസൂലിന് കൊടുക്കണേ, ഈ വസ്ത്രം കൊടുക്കണേ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമാണ്. നബിതങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വരുമ്പോ വീട്ടിൽ ഒരുപാട് സമ്മാനങ്ങൾ ജനങ്ങൾ ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ്. പക്ഷെ ഇത് കണ്ടപ്പോ ബാക്കിയുള്ള ഭാര്യമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെങ്ങനാണല്ലോ, ബാക്കിയുള്ള ഭാര്യമാരുടെ ക്യാപ്റ്റനായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ള എല്ലാ ഭാര്യമാരുടെ പോയിട്ട് പറഞ്ഞു, പിന്നെ ഒരു വിഷയം പറയാനുണ്ട്, ഭയങ്കര പ്രശ്നമാണ്, നമ്മളിപ്പോ ഒരു ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ ആകെ നമുക്കൊക്കെ നാണക്കേടാവും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ? ഈ ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമല്ലല്ലോ റസൂലുള്ളാഹിയുടെ ഭാര്യ? അല്ല, ഞങ്ങളൊക്കെ ഭാര്യയാണ്.
അപ്പോ ഇന്നലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് റസൂൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയും അങ്ങനെ തന്നെയല്ലേ? അവിടെ ആയിരിക്കുമ്പോ മാത്രം എന്താ, ഈ മരുഭൂമിയിൽ താമസിക്കുന്ന ജനങ്ങൾ മുഴുവനും ഈത്തപ്പഴം കൊണ്ട് കൊടുക്കണു, അത്തറ് കൊണ്ട് കൊടുക്കണു, വസ്ത്രം കൊണ്ട് കൊടുക്കണു, പത്തിരി കൊണ്ട് കൊടുക്കണു, ആകെ സമ്മാനങ്ങൾ കൊണ്ട് ആയിഷയുടെ ചെറിയ വീട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിലൊക്കെ വരുമ്പോ എന്തേ കൊണ്ടുവരാത്തത്? അതുകൊണ്ട് നിങ്ങളൊന്ന് നബിതങ്ങളെ കൊണ്ട് ജനങ്ങളോട് പള്ളിയിൽ ഒന്ന് പ്രസംഗിക്കാൻ പറയണം. പ്രസംഗിക്കാൻ പറയണം. നിസ്കാരം കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണ പോലെ ബാക്കിയുള്ള എല്ലാ ഭാര്യമാരെ വീട്ടിലും കൊണ്ടുവന്ന് കൊടുക്കണം. എന്റെ എല്ലാ ഭാര്യമാരും നിങ്ങൾ ഒരുപോലെ കാണണം എന്ന് നബിതങ്ങളോടൊന്ന് പള്ളിയിൽ പ്രസംഗിക്കാൻ ഉമ്മു സലമ നിങ്ങളൊന്ന് പറയണം. നമ്മൾ പറഞ്ഞാലും നടക്കോളൂ. അപ്പൊ ഉമ്മു സലമക്ക് ഭയങ്കര, പെണ്ണുങ്ങളെത്തി തട്ടിപ്പൊക്കി വെച്ചു കൊടുത്താൽ പിന്നെ ഭയങ്കര ഗമയാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, നിങ്ങളാരും വിഷമിക്കേണ്ട, ഞാൻ ഏറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കാര്യം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ തല കുലുക്കി. വേറെ പ്രത്യേകിച്ച് വർത്താനൊന്നും പറഞ്ഞില്ല. അടുത്ത ഒരാഴ്ചയിൽ മാറ്റമുണ്ടാകുമെന്നവര് നോക്കി. എവരെ വീട്ടിൽ വന്നപ്പോ ആരും ഒന്നും കൊണ്ട് കൊടുത്തൊന്നുമില്ല. സ്ത്രീകൾ എന്നിട്ട് പറഞ്ഞു, ഒരാഴ്ചയായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, പരിഹരിക്കണം. രണ്ടാമത്തെ ആഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വീണ്ടും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, 8 ദിവസമായിട്ട് വലിയ മാറ്റമൊന്നും ഇല്ല, എല്ലാരും ഇപ്പോഴും ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെയാണ്. എന്താ റസൂലേ അങ്ങനെ? അവിടെ നിന്നൊന്നും പറഞ്ഞൂടെ? റസൂലൊന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഉമ്മു സലമ മൂന്നാമത് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാൻ അങ്ങയോട് പറഞ്ഞ പരാതി ഞാൻ ആവർത്തിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൊണ്ട് ഉമ്മു സലമയുടെ വായ ഇങ്ങനെ പൊത്തിക്കിട്ട് പറഞ്ഞു, ലാ തുദീനി ഫി ആയിഷ, എന്റെ ആയിഷ ബീവിയുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എനിക്കറിയില്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്തെന്ന് എനിക്കറിയില്ല. ആയിഷ ബീവിക്ക് വേണ്ടി എന്റെ ഖൽബ് ഇങ്ങനെ ആയിപ്പോകുന്നതെന്തെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയം പറഞ്ഞ് നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. ഫഇന്നഹുമാ ഉൻസില അലയ്യൽ വഹ്യു വഅന ഫീ ളിഹാഫി ഇംറഅത്തിൻ മിൻകുന്ന വൈരിഹാ, ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്ത് ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ എനിക്ക് വഹി വന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ ആയിഷ ബീവിയുടെ അടുത്ത് കിടക്കുമ്പോ മാത്രമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് കുറയില്. അസറോട് ജില്ലയോടുള്ള എന്റെ ഏറ്റവും വലിയ മഹബ്ബത്ത് സ്വലാത്താണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്ത് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ജിബ്രീൽ വഹയുമായി വന്നിട്ടുണ്ടെങ്കിൽ അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്ത് മാത്രമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തിരിക്കുമ്പോ ജിബ്രീൽ എനിക്ക് വഹയുമായി വന്നിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, എന്തോരത്ഭുതമാണ്! ആ സഹോദരിയെ കുറിച്ചല്ലേ, ആ ഉമ്മയെ കുറിച്ചല്ലേ എന്റെ കാസർഗോഡ് ജില്ലക്കാരാ നമ്മൾ പഠിക്കേണ്ടത്. ആ ഉമ്മയെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് സന്തോഷത്തോടുകൂടി വഹി പറഞ്ഞു കൊടുക്കുന്നു. അരികിലരാ ബീവി ആയിഷ. അതല്ലാഹു കണക്കാക്കാതെ വഹി ഇറക്കി കൊടുക്കുകയാണ്. വേറൊരു സ്ത്രീയുടെ ചാരത്തും അങ്ങനെ അത്ഭുതം നടന്നിട്ടില്ല. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞതെന്താ? സവ്വജനി റബ്ബി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തന്നവളാണ് ആയിഷ. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നവളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മൾ ആരെങ്കിലും നമ്മുടെ ഭാര്യ നമ്മളോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ 3 സ്വലാത്തിൽ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആഗ്രഹിക്കാത്തൊരു സ്വലാത്ത് ഇല്ലാതിരിക്കണ്ട, ചൊല്ലിക്കോളി. അങ്ങനെ ഒരു ആഗ്രഹം വരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ.
അപ്പോ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോ കൈവെക്കാനെന്ന് ഞാൻ പറയണില്ല. സ്രാജ് ഉസ്താദ് വന്ന് കൈയും കാലൊക്കെ അഞ്ചാറ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ? മിനിയാന്ന് പ്രസംഗിച്ചപ്പോ സ്രാജ് കാസിമി വരുമ്പോൾ ഇങ്ങനെ പറയും, കൈവെക്ക്, റോത്തി പോണ ഒരു കൈവെക്ക് എന്നൊക്കെ പറയും. ഞാൻ നിങ്ങളെ കൈയും കാലൊന്നും പൊക്കിപ്പിക്കില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളിവിടെ കൈവെക്കി കലാപം ഉണ്ടാവും. കാരണം താത്തമാരെ സ്ക്രീനിലൂടെ നോക്കുക, എന്റെ ഇക്ക പൊക്കിയിട്ടുണ്ടാവും. ഇല്ല, ഇങ്ങ് വീട്ടിൽ വരട്ടെ എന്ന് തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല, പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ബ്ലാക്ക് ബെൽറ്റ് ഒക്കെയാണ്, അറിഞ്ഞ് തകർത്തളായി. അതുകൊണ്ട് അത് വേണ്ട. അങ്ങനെ ഒരു കുടുംബകല ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കണില്ല. സ്വന്തം ഭാര്യ നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലേ? ആളെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി എത്ര ലോകത്ത്. ആളെ കൊല്ലാൻ വേണ്ടി കമ്പനി ഉണ്ടാക്കിയിട്ട് അതിന് ഇന്റർവ്യൂ നടത്തി 3 പേര് അതിൽ പാസ്സായി. അവരെ ഇനി ജോലിക്ക് എടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. രണ്ട് പുരുഷന്മാരും ഒരു ഭാര്യയുമാണ് ഇന്റർവ്യൂവിൽ പിന്നെ പാസ്സായി ടെസ്റ്റിന് വേണ്ടി വന്നത്. അവരോട് പറഞ്ഞു, ഞങ്ങൾ ആരെ കാണിച്ചു തന്നാലും നിങ്ങൾ കൊല്ലുക, നിങ്ങൾ പറയുന്ന ശമ്പളം നിങ്ങൾക്ക് തരും. അങ്ങനെ സമ്മതിച്ചു. ഒന്നാമത്തെ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ആ റൂമിനകത്ത് നിങ്ങളുടെ ഭാര്യയെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് കസേര ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ തരുന്ന തോക്ക് കൊണ്ട് ഭാര്യയെ വെടിവെച്ച് കൊല്ലണം. ഒന്നാമത്തെ നിങ്ങളുടെ ഉദ്യമം, നിങ്ങളുടെ പരിശ്രമം നടക്കുന്നുണ്ടോ എന്നറിയാൻ നിങ്ങൾക്കത് പാസ്സായേ കഴിയുള്ളൂ. അയാൾ കൈകാല് വിറച്ചിട്ട് പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല, ഈ തോക്ക് കൊണ്ട് എന്റെ ഭാര്യയെ വെടിവെച്ച് കൊല്ലാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഭാര്യയെ കൊന്നിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട. ആള് പരാജയപ്പെട്ട് മടങ്ങിപ്പോയി, ജോലി വേണ്ട. രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നിങ്ങളെ ഭാര്യയെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ച് അപ്പുറത്തെ റൂമിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഈ തോക്ക് കൊണ്ട് നിങ്ങൾ അവളെ വെടിവെച്ചു കൊല്ലണം. അവിടെ മുതലാണ് നിങ്ങൾ ഡ്യൂട്ടി തുടങ്ങുക. അയാൾ പറഞ്ഞു, ഇപ്പൊ തന്നെ എന്റെ കയ്യും കാലും വിറക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ മക്കളെ പ്രസവിച്ച ഭാര്യ ഞാൻ എങ്ങനെ കൊല്ലാൻ എന്നെ കൊണ്ട് കഴിയും. മൂന്നാമത്തത് പെണ്ണായിരുന്നു. പെണ്ണിനോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ അവിടെ ഒരു കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്, ഈ തോക്ക് കൊണ്ട് വെടിവെച്ചു കൊല്ലണം. ഭാര്യ പറഞ്ഞു, ഞാൻ കൊന്നോളാം, കുഴപ്പമൊന്നുമില്ല. തോക്ക് വാങ്ങിച്ച് അകത്ത് പോയി വാതിലടച്ചു. കൊന്നിട്ട് തിരിച്ചിറങ്ങാൻ പറഞ്ഞു. കുറെ ശബ്ദമൊക്കെ അകത്ത് കേട്ടു. ഏതായാലും പെണ്ണ് കുറച്ച് കഴിഞ്ഞപ്പോ വാതിൽ തുറന്ന് വിയർപ്പൊക്കെ തുടച്ചിങ്ങനെ ഇറങ്ങി വരികയാണ്. കമ്പനിക്കാർ ചോദിച്ചു, കൊന്നോന്ന് ചോദിച്ചു. കൊന്നു, പക്ഷെ നിങ്ങൾ തന്ന തോക്കിൽ ഉണ്ടയില്ലാത്തതുകൊണ്ട് കസേരയിട്ട് അടിച്ചു കൊന്നു എന്ന് പറയാം. ഇതാണ് പെണ്ണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവര് തോക്കില്ലാത്ത, ഇത് ഉണ്ടയില്ലാത്ത തോക്ക് കൊടുത്ത് എന്തിനാ? മനഃശക്തി പരിശോധിക്കാൻ വേണ്ടിയാ. പക്ഷെ സംഭവം എന്താണെന്നറിയോ? അത് ഉണ്ടയില്ലാത്തതുകൊണ്ട് സംഭവം അവിടെ ഇരിക്കണ കസേര എന്നെ എടുത്തിട്ട് മണ്ടയ്ക്ക് അടിച്ചു പോകുന്നു. അതാണ് ഈ ചെറിയ സൗണ്ടൊക്കെ കേട്ടത് വെളിയിൽ. ഇതാണ് പെണ്ണ്. നമ്മൾ ശ്രദ്ധിക്കണം. പെണ്ണ് മാത്രമല്ല, ആണ് ഇതിനേക്കാൾ മോശമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് കൈയും കാലും നിങ്ങൾ പൊക്കണ്ട. നിങ്ങൾ മനസ്സുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ ഈ ഭാര്യ സ്വർഗത്തിൽ കൂടെ ഉണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് സ്വർഗം എന്നെങ്ങനെ പേര് പറയും ഉസ്താദേ? അല്ല, ഒന്ന് ആലോചിച്ചു അല്ലേ? നിങ്ങളെ മുഖം ഒന്ന് മനസ്സിൽ കൊണ്ട്, നിങ്ങളുടെ ഭാര്യയുടെ മുഖം ഒന്ന് കൊണ്ടുവന്നേ. കൊണ്ടുപോവാ എല്ലാവരും. ഇത് വെറുതെ സങ്കടം പറയണല്ല. നിങ്ങളുടെ ഭാര്യമാരുടെ മുഖം നിങ്ങളുടെ ഭാര്യമാരുടെ മുഖമാണ്, സ്വന്തം ഭാര്യയുടെ മുഖമാണ്. അതിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കി. എന്റെ ഭാര്യയെ ഞാൻ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരാണ്, എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാണ് അവളുടെ മുഖം. കൊണ്ടുവന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് വേണ്ടി അല്ലേ, സവ്വജതുക വ അൻകഹതുക ബിന്തി ഷമീന ബീവി, സൂറ ബീവി, സുലേഖ ബീവി, റംല ബീവി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ച് തരികയാണ്. നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവൾ ഞങ്ങളോടൊപ്പം വന്നത്. സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവള് സ്വർഗത്തിൽ നമുക്ക് വേണ്ടേ? ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അല്ലാഹുവിന്റെ സുന്ദരമായ സ്വർഗത്തിന്റെ മുമ്പിലതാ മനോഹരമായ കളിത്തൊട്ടില് അല്ലാഹുവിന്റെ പൊരുത്തം നേടിയ ഭാര്യ ഭർത്താക്കന്മാർ അതിന്റെ അകത്തിരുന്ന് ഉല്ലസിക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവര് പാവങ്ങളല്ലേ? അവരെ നമുക്ക് സ്നേഹിക്കണ്ടേ? അവരോട് നമുക്ക് ഇഷ്ടം കാണിക്കണ്ടേ? അവരോട് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ താല്പര്യം കാണിക്കണ്ടേ? ആ പ്രിയപ്പെട്ടവരെ നമ്മളോടൊപ്പം സ്വർഗത്തിൽ വരണമെന്ന് നിങ്ങൾക്ക് കൊതിയില്ലേ? അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതിനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ഭാര്യയും മക്കളെയും കൊണ്ട് ഞാനൊന്ന് ഷാർജയും അജ്മാനും ഒക്കെ ഒന്ന് പോയി. നിങ്ങളുടെ മൗവൽ അഷ്റഫ് എന്ന് പറയുന്ന ഈ പരിസരത്തുള്ള സഹോദരൻ താമസിക്കുന്ന ആ ഭാഗത്തൊക്കെ പോയി ആ സഹോദരനൊക്കെ കാണാനും എന്റെ മക്കളൊക്കെ പരിചയപ്പെടുത്താനും ഒക്കെ സാധിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരുന്നു.
അള്ളാഹുവേ, മാർച്ച് മാസം 1-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി ദുബായ് എയർപോർട്ടിൽ നിന്ന് തിരിക്കുമ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഓടി വരികയാണ്. ഉസ്താദേ, നിങ്ങളുടെ മക്കളാണോ കൂടെ ഉള്ളത്? മക്കളാണോ കൂടെ ഉള്ളത്? നിങ്ങളുടെ മൂത്ത മകൻ മരണപ്പെട്ടതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ഉസ്താദേ. അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരാൻ വേണ്ടി കൊണ്ടുപോയതാണ്, സങ്കടപ്പെടണ്ട. ഇതൊക്കെ പറഞ്ഞ് എന്റെ മക്കളോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് പോകാൻ നേരം എന്നോട് കരഞ്ഞിട്ട് പറയുന്നു, ഉസ്താദേ ഒന്ന് ദുആരക്കുക, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണം ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, ഒരു സഹോദരൻ പറഞ്ഞത് 3 പെമ്മക്കളാണ്, പെമ്മക്കൾക്ക് സ്വർണമില്ലെന്നാണ്. ഈ സഹോദരൻ പറഞ്ഞത്, ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാനും വാടക വീട്ടിലാണ് കഴിയുന്നത്, പട്ടിണിയാണ്, പരിവട്ടമാണ്, കഷ്ടപ്പാടാണ്. 17 കൊല്ലം കൊണ്ട് ഞാൻ ഗൾഫ് രാജ്യത്ത് കഷ്ടപ്പെടുകയാണ്. ഇന്ന് വരെ ഒരു വീടും വസ്തുവും എനിക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്റെ പൊന്നാര ഉസ്താദേ. സമ്പാദിച്ച പണം മുഴുവനും എനിക്കൊരു രോഗിയായ ഉമ്മയുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അല്ലേ പറയുന്നത് ഉമ്മയുടെ കാച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പറയലില്ലേ? അതുകൊണ്ട് ഉമ്മായ നോക്കിയത് കൊണ്ട്, എന്റെ പൊന്നാര ഉമ്മച്ചിക്ക് മരുന്ന് വാങ്ങാൻ ചിലവഴിച്ചതുകൊണ്ട് എനിക്കൊരു വീടില്ലാതെ പോയി. എന്റെ ജീവിതത്തിൽ എന്റെ പൂർണ്ണമായ സന്തോഷത്തോടു കൂടിയുള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട് സാറേ, ഞാൻ ഈ 17 വർഷം കൊണ്ട് കഷ്ടപ്പെടുന്ന ഈ മണലാരുണ്യത്തിലേക്ക് ഒരു ദിവസമെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയൊന്ന് കൊണ്ടുവരണമെന്നാ. അവൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എത്രയോ നാളുകളായി, ഇന്ന് വരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അല്ലാഹുവേ, എന്റെ പെണ്ണെ, ആ ഭർത്താവിന്റെ കൂടെ ദുബായ് എയർപോർട്ടിൽ ആ സമയത്ത് ആരുമില്ല, ആരും കാണാതെ സ്നേഹസമ്പന്നയായ നിനക്ക് വേണ്ടി ദുആ വസിയത്ത് നടത്തുകയാണ്. എന്റെ ജീവന്റെ ജീവനായ ഭാര്യയും എനിക്ക് ഇവിടേക്കൊന്ന് കൊണ്ടുവരാ, നിങ്ങൾ ദുആരക്കണമെന്ന് സങ്കടത്തോടുകൂടി പറയുമ്പോ, പെണ്ണേ, ആ ഭർത്താവിനെയല്ലേ നീ വഞ്ചിക്കുന്നത്? ആ ഭർത്താവിനെയല്ലേ നീ പറ്റിക്കുന്നത്? ആ ഭർത്താവിനെ മറന്നിട്ടല്ലേ കാമുകന് വേണ്ടി അടുക്കളയുടെ പിന്നാമ്പുറത്തെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് അവൻ കൊടുത്തയച്ച തണുപ്പകറ്റുന്ന കമ്പിളി പുതപ്പിനകത്ത് ചുരുണ്ടുകൂടുന്ന പെണ്ണേ, അള്ളാഹു വെറുതെ വിടുമെന്ന് കരുതണ്ട മോള്, അള്ളാഹു വെറുതെ വിടുമെന്ന് കരുതണ്ട മോള്. പടച്ചവനോട് തൗബ ചെയ്തോ, പൊരുത്തം ചോദിച്ചോ. എന്നിട്ട് ഈ മഹാനായ വലിയന്റെ ഉറൂസിന് വന്നിരുന്നു കൊണ്ട് തേങ്ങിക്കരയുന്ന എന്റെ പൊന്നുമോളെ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോടൊത്ത് സ്വർഗം പുൽകാനുള്ള ഒരു പത്തരമാറ്റത്തെ തങ്കമാകാൻ പരിശ്രമിക്കണം മോളെ. നിനക്കതിന് കഴിയും കാസർഗോഡ് ജില്ലയിലെ പെണ്ണേ, നിനക്കതിന് കഴിയും പൊന്നുമോളെ. അതിന് നീ ഒരുപാട് പരിശ്രമിക്കണം മോള്. നീ ധരിച്ചിരിക്കുന്ന ലഗിൻസ് മാറ്റുക, നീ കെട്ടിയിട്ടുകൊണ്ട് നടക്കുന്ന പർദ്ദ മാറ്റുക, എന്നിട്ട് മനോഹരമായ പർദ്ദ ധരിക്കുക, മനോഹരമായ വസ്ത്രം ധരിക്കുക. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെൺകുട്ടികൾ എങ്ങനാണോ വസ്ത്രം ധരിക്കുന്നത്, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊന്നുമോളെ ജീവിക്കുക. അല്ലാതെ മോഡൽ വസ്ത്രം ധരിച്ച് ഞാനും ഒരു മുസ്ലിം പെണ്ണാണെന്നറിയിക്കാൻ കോപ്രാനം കാണിച്ചു വെക്കുന്ന മസ്തയുടെ പുറകിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ പൊക്കി വെച്ച്, അല്ലാഹുവെ കഴുത്തിൽ കുറെ ചുറ്റുകെട്ടി വെച്ച്, അവിടെയും ഇവിടെയും മിനുങ്ങുന്ന കുറെ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച്, ചാഞ്ഞും ചെരിഞ്ഞും ഐഹീരിന്റെ ചെരിപ്പിട്ടുകൊണ്ട് ഒട്ടകപ്പക്ഷി പോകുന്ന പോലെ കാസർഗോഡ് മണ്ണിലൂടെ നടന്നു പോകുന്ന പെണ്ണേ, മാലിക് ദീനാറിന്റെ ശാപം നിനക്ക് കിട്ടും പൊന്നുമോളെ. റളിയല്ലാഹു അൻഹ ബേക്കൽ മഖാമിലെ അല്ലാഹുവിന്റെ ആൺകുട്ടിയായ പെങ്ങളുടെ പൊരുത്തം നിനക്ക് കിട്ടും പൊന്നുമോളെ. അല്ലാഹുവേ, ഇവ ജില്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവന്മാർ നിന്നെ ശപിക്കും പൊന്നുമോളെ. നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണ്ടേ? എപ്പോഴാണ് മരിക്കുന്നതറിയാത്ത പൊന്നുമോളെ. ചെറിയ ഒരു അസുഖം വന്നാൽ, ചെറിയ ഒരു ക്ഷീണം വന്നാൽ, ചെറിയ ഒരു വേദന വന്നാൽ അവസാനിക്കുന്ന ഭൗതിക ലോകത്തിന്റെ ജീവിതത്തിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ പൊന്നുമോളെ, അല്ലാഹുദം മനോഹാരിതയെ നീ നശിപ്പിക്കല്ല പെണ്ണേ. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ആയിഷത്തു ഫിൽ ജന്ന, എന്റെ ആയിഷ ബീവിയെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ആയിഷ ബീവിയെ സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഈ ഉമ്മത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതുകൊണ്ട് ഇവിടെ വന്നോട്ടെ, പാവമല്ലേ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇതെങ്ങനെ വെറുതെ ഇരിക്കണം? വേണ്ടേ? വലിയ പ്രശ്നമാണ്.
നിങ്ങൾ പറയും ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ ആകാശങ്കര, പിന്നെയാണ് ആ ഭൂതനെയും കൂടെ ചുമന്നുകൊണ്ട് അവിടെ പോണ കാര്യം. അള്ളാഹു നമുക്ക് രണ്ടുപേർക്കും സ്വർഗം തരട്ടെ. ആമീന് മാത്രം ഒരു കുറവില്ല. വള്ളി നിസ്കാരത്തിന് ആളില്ലെങ്കിൽ ആമീന് ഒരു കുറവുണ്ടാവില്ല. അതാകുമ്പോ ഒരു പൈസ ചെലവില്ലല്ലോ. നല്ല ഉഷാറായിട്ടിരുന്ന് ആമീൻ എന്ന് പറഞ്ഞാൽ മതി. ലക്കിന് കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ചിലപ്പോൾ പറയാൻ പറ്റൂല. ഈ കൂട്ടപ്രാർത്ഥനയൊക്കെ നമ്മൾ വേണം വേണമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഒരു കിലോ ആപ്പിൾ തൂക്കുമ്പോൾ ചിലപ്പോൾ 2 എണ്ണം കേടായിരിക്കും, 4 കൂടെ 2 എണ്ണം കയറി അങ്ങ് പോകും. അങ്ങനെ എൻ്റെ ഇടയിൽ ആമി ആമീൻ പറഞ്ഞ് എത്രയോ കള്ളുകൂടിയന്മാരെ നിർത്തിയിട്ടുണ്ട്. കള്ളുകൂടി ആപ്പിൾ വേണമെന്ന് വെച്ചതാ, വേണ്ടെന്ന്. അല്ലാഹുവിന്റെ സുഖലോലുപ സുന്ദരമായ സ്വർഗത്തിൽ നമ്മുടെ ഭാര്യ വരുമ്പോ ഇവിടത്തെ കോലൊന്നും ആയിരിക്കൂല. എരല്ലൂലിന്ന് അവിടെ വേണ്ട, സ്പേസ് വാഷ് ഒന്നും അവിടെ വേണ്ട, ഒരു പ്രശ്നവുമില്ല. വളരെ സന്തോഷത്തോടു കൂടി അൽഹംദുലില്ലാ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു മാറ്റിയെടുക്കും. സ്വർഗത്തിലേക്ക് കടന്നാൽ തന്നെ അള്ളാഹു ഒരു ഗ്ലാസ് വെള്ളം തരും എല്ലാവർക്കും. കടന്ന ഉടൻ എന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി ഉടനെ എല്ലാവർക്കും വെള്ളം. ആ വെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യമാണ് അല്ലാഹു നമുക്കെല്ലാം തരുന്നത്. നമ്മുടെ ഈ പൊട്ടിയ ഉണങ്ങിയ പല്ലൊക്കെ പോയി, ഒഴിഞ്ഞ മുടിയൊക്കെ മാറ്റി നല്ല ക്ലീനായി നല്ല സുന്ദരക്കുട്ടനാവും. ഇന്നത്തെ കോലം കണ്ടാൽ ഭാര്യമാര് ഭർത്താക്കന്മാരെ വിളിക്കാൻ ചെല്ലണ, രാവിലെ വിളിക്കാൻ ചെല്ലണ, മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഇങ്ങനെ അന്യം മോഡലിലെ കിടക്കുക. ഭാര്യ രാവിലെ ഇങ്ങനെ നോക്കുക, കാരണം മുടി ഇങ്ങനെ വളർന്ന് കിടക്കുക. ചില ചെറുപ്പക്കാരുടെ മുടി എന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ പശു തിന്നുന്ന നമ്മുടെ നാട്ടിലേക്കുള്ള ഉണക്ക സാധനമുണ്ട്, വയ്ക്കലെന്ന് പറയും, അതിങ്ങനെ കൂട്ടി വെച്ചിരിക്കും. തുറിയ സ്ഥലത്തൊരു സാധനം, ഇവിടെ 2 ഹെഡ്സെറ്റ് ഈച്ച ഇരിക്കണ പോലെ. ഇത് തന്നെ. വണ്ടി പോയാലും കുഴപ്പമില്ല, വാണ്ടിലോറി പോയാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ കിടക്കുക. നിങ്ങളൊന്ന് ചിന്തി, ഇങ്ങനെയാണ് കവറിൽ. നിങ്ങൾ മരിച്ചാൽ എന്തായാലും മയ്യത്തടക്കണതിന് മുമ്പ് മുടി വെട്ടാൻ ആരും വരില്ല, അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നടക്കും. കഫം പൊതിയണതിന് മുമ്പ് ഷാഫി ഉസ്താദ് പറയില്ല, മുടി കണ്ടിട്ടൊരു ഭയങ്കര എനിക്ക് തന്നെ ചിരി വരികയാണ്, അതുകൊണ്ടൊന്ന് വെട്ടിക്കളയൊന്നും ഒരിക്കലും ഉസ്താദ് പറയില്ല. അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നടക്കും. മുടി വെട്ടാനൊന്നും പറ്റില്ല. അള്ളാഹു എന്ത് കോലോ. ചില ചെറുപ്പക്കാർ ഇവിടെ മൊത്തം ക്ലീനായിട്ട് ഇങ്ങോട്ട് വെട്ടിയിട്ട് ഇവിടെ മാത്രം ഒരു തിരിച്ചൊരു ചട്ടി വെച്ച് ഇവിടെ അങ്ങോട്ടൊരു സാധനം കൂടെ വെച്ചു. ഇതിങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ എന്തെന്നറിയോ, ഇപ്പൊ വളരെ കുറഞ്ഞിട്ടുണ്ട് ആ രീതിയിലുള്ള സംഭവമൊക്കെ, വളരെ കുറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്തോ എനിക്കറിയില്ല, സത്യം ഞാൻ പറയാണ്. ഇന്നലെ കണ്ണൂർ വന്നപ്പോഴും ഇന്ന് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ കാഞ്ഞങ്ങാട് വന്നപ്പോഴും ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴും ഒക്കെ ഒരുപാട് മാറ്റമുണ്ട്. അൽഹംദുലില്ലാ. ആ കോലമൊക്കെ മാറിയിട്ടുണ്ട്.